ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരു പടം കണ്ടാൽ അറിയാം, എൻ്റെ തുടക്കം ആ ബീച്ചിലിരിക്കുന്ന 1-2 കട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഒരു ഫുൾ യൂണിറ്റ് ഒന്നും പോയില്ല. എനിക്കൂടെ 10-12 പേരോ എന്തോ എല്ലാവരും കൂടി, ടെക്നീഷ്യൻസ് അടക്കം ആർട്ടിസ്റ്റ് അടക്കം എല്ലാവരും കൂടി പോയത്. അപ്പോൾ അത് പോയപ്പോൾ മിക്കവാറും എല്ലാവരും ഫ്ലൈറ്റിനായിട്ടും പിന്നെ കുറേ പേര് ട്രെയിനിലും ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് എന്തോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ, ക്യാമറ മെറ്റീരിയൽസ് എന്തോ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അത് മാത്രം കൊണ്ടുപോകാൻ ഒരു കാർ മാത്രം, ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാർ മാത്രം ഇവിടുന്ന് പോയി. ആ ഒരു കാർ ഓടിക്കാനായിട്ട് ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും എടുക്കണായതുകൊണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലാലിനെയും മകനെയും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കെതിരെ തെളിവുകൾ കൃത്യമായിട്ട് ഓരോരുത്തടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന പോലീസുകാർക്ക് ഇവർ തെറ്റ് ചെയ്തതായിട്ടോ ഇവർക്ക് ഇതിന്റെ അകത്ത് പങ്കുള്ളതായിട്ടോ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിലൊന്നും പെടാത്ത ദിലീപിനെതിരെ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇല്ലാത്ത പ്രതികളെ വരെ ഉണ്ടാക്കി കൊണ്ടുവരും. ഇവർ ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോകും, കോടതി പൊളിച്ചടുക്കി അങ്ങ് കൈ കൊടുക്കും. അങ്ങനെ ഒടുവിൽ ഇതാ ദിലീപിനെ വെറുതെ വിട്ടു. എന്നിട്ട് പോലും സഹിക്കാൻ പറ്റാതെ കുറെ പേര് ഈ പറയുന്ന ദിലീപ് തന്നെയാണ് കുറ്റക്കാരൻ, ദിലീപ് തന്നെയാണ് എല്ലാ ഗൂഢാലോചനയും ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, സത്യം എന്നായാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. എന്തുമായാലും ഈ ലാൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പലപ്പോഴായിട്ട് പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ ലാൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പൾസർ സുനിയെ അറിയത്തോലുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മീഡിയയിൽ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. 8 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പോലും ഇന്ന് എവിടെ കിടപ്പുണ്ട്? സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരിശോധിക്കാം. എന്തായാലും ഈ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പറയുന്ന മാർട്ടിനെ അറിയത്തില്ലെന്ന് പറഞ്ഞതും പൾസർ സുനിയെ അറിയത്തില്ലെന്നും പറഞ്ഞതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ലാൽ സാർ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ. അടിയെ വിളിക്കാൻ പോയ മാർട്ടിനെ മുൻ പരിചയമില്ലെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ. പൾസർ സുനിയെ നേരത്തെ പരിചയമില്ലെന്നും നടിക്കെതിരായ അക്രമത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും നടനും നിർമ്മാതാവുമായ ലാൽ. പൾസർ സുനിയെ നേരത്തെ പരിചയമില്ലെന്ന പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ. പൾസർ സുനിയെ നേരത്തെ പരിചയമില്ലെന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫ്. ഇവിടെ എല്ലാവരും പറയുകയാണ്, ആൻഡോ ജോസഫ് പറയുന്നു, ലാല് പറയുന്നു, ഈ സുനി ആരാണ്, സുനി എനിക്ക് അറിയത്തു പോലും ഇല്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്നാൽ ഒടുവിൽ ഇവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് സുനിയെ അറിയാമെന്ന്. എന്തിനേറെ പറയുന്നു, ഈ ലാല് വരെ സമ്മതിച്ചു ഗൈസ്. അത് സമ്മതിച്ചത് പലവട്ടം പല രീതിയിലാണ് പറയുന്നത്. എന്തായാലും ലാല് പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ലാല് പറയുന്നതിലും വ്യക്തത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഇദ്ദേഹം എന്താ സത്യസന്ധം മാത്രമേ പറയത്തുള്ളൂ. ഇദ്ദേഹം ഈ പറയുന്ന അതിജീവിതയ്ക്കൊപ്പമാണ്, ഇരയ്ക്കൊപ്പമാണ്, അവളോടൊപ്പമാണ്, നീതി ഈ പറയുന്ന പെൺകുട്ടിക്ക് കിട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും പല കാര്യങ്ങളിലും ഒരു 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 ക്ലിയർ ഇല്ലാത്തതുപോലെ. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യം ആദ്യം കേൾക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ഈ പറയുന്ന ലാൽ പറയുന്ന ബാക്കി കാര്യം കേൾപ്പിക്കാം. സുനി എന്ന് പറയുന്ന ഈ ഡ്രൈവർ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിങ്ങിന് പല ദിവസങ്ങൾ ഓടിയിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അവസാനം ഷൂട്ടിംഗ് കൊടുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരു പടം കണ്ടാൽ അറിയാം, എൻ്റെ തുടക്കം ആ ബീച്ചിലിരിക്കുന്ന 1-2 കട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഒരു ഫുൾ യൂണിറ്റ് ഒന്നും പോയില്ല. എനിക്കൂടെ 10-12 പേരോ എന്തോ എല്ലാവരും കൂടി, ടെക്നീഷ്യൻസ് അടക്കം ആർട്ടിസ്റ്റ് അടക്കം എല്ലാവരും കൂടി പോയത്. അപ്പോൾ അത് പോയപ്പോൾ മിക്കവാറും എല്ലാവരും ഫ്ലൈറ്റിനായിട്ടും പിന്നെ കുറേ പേര് ട്രെയിനിലും ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് എന്തോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ, ക്യാമറ മെറ്റീരിയൽസ് എന്തോ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അത് മാത്രം കൊണ്ടുപോകാൻ ഒരു കാർ മാത്രം ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ കാർ ഓടിച്ചിരുന്നത് സുനിയായിരുന്നു. ഇതൊക്കെ ഞാൻ പിന്നീട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഷൂട്ടിംഗ് ആയതുകൊണ്ടിട്ട് അവരൊക്കെ തന്നെ അങ്ങോട്ടും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈവൻ ഡ്രൈവർ ആയതുകൊണ്ട് അവൻ്റെ ആയിട്ടുള്ള ഒരുപാട് സഹായങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ള അന്നൊരു ദിവസം എന്നുള്ളത് കൊണ്ടിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കണ്ടാലറിയാം, തിരിച്ചറിയാം, സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുള്ളി പറയുന്നു, ഞാൻ പിന്നീട് അറിഞ്ഞ കാര്യമാണ് ഈ സുനിയെ അവിടെ കൂടെ ഉണ്ടായിരുന്നു, ഈ വണ്ടി ഓടിച്ച സുനിയാണെന്നൊക്കെ ഞാൻ പിന്നീട് അറിയുന്നതാണ്. ഗോവയിൽ വെച്ച് ഷൂട്ടിങ്ങിന് പോയ സമയത്ത് നടന്ന കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരൻ ഈ പറയുന്നത്. പക്ഷെ ഇതിനു മുമ്പ് മീഡിയയിൽ പറഞ്ഞത് എന്തായിരുന്നു, ഈ സുനി ഈ പറയുന്ന ഈ പൾസർ സുനിയെ അറിയത്തില്ലെന്നായിരുന്നു മീഡിയക്കാരുടെ മുമ്പിൽ പോയി പറഞ്ഞത്. എന്നാൽ ഇവിടെ സുനിയെ അറിയാം എന്നുള്ളൊരു കാര്യം പറയുന്നുമുണ്ട്. അത് അറിയുന്നത് ഇവര് പറഞ്ഞിട്ടാണ്. അത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഈ പറയുന്ന സുനിയും കൂടെ ഉണ്ടായിരുന്നു, ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയാണ് പോയത് എന്ന രീതിയിലും ഇവിടെ ഈ ആര് പറഞ്ഞു വെക്കുന്നുണ്ട്, ലാല് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ ലാല് തന്നെ ഈ സുനിയെ കൃത്യമായിട്ട് അറിയുന്ന രീതിയിൽ ഒരു ബൈറ്റൂടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പൊ ഈ പുള്ളിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും. ഈ കേസ് CBI അന്വേഷിച്ചില്ല എങ്കിൽ ഇവിടെ ഈ അതിജീവിത എന്ന് പറയുന്ന, ഇര എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് നീതി കിട്ടത്തില്ല. അത് ഉറപ്പാണ്. എങ്ങനെ ഇവർക്ക് ഈ പറയുന്ന ദിലീപിനെ കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയല്ലാതെ ഈ ഇരയ്ക്ക് കറക്റ്റായിട്ട് നീതി കിട്ടണമെന്ന് താല്പര്യമില്ല. അത് ഉറപ്പാണ്. ഡ്രൈവറെ ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു പാച്ച് വർക്ക് പോലെ ഒരു ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിന് പോകാനായിട്ട് ഇവിടുന്ന് എല്ലാവരും ഫ്ലൈറ്റിനും ട്രെയിനിനും ഒക്കെ ആയിട്ടാണ് ബാക്കി എല്ലാവരും പോയത്. ഒരു കാർ മാത്രം ഇവിടുന്ന് പോയി. ആ ഒരു കാർ ഓടിക്കാനായിട്ട് ഡ്രൈവറെ തീരുമാനിച്ചപ്പോൾ ഈ സുനി എന്ന് പറഞ്ഞ ആളെ തീരുമാനിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല, അയാൾ അത്രയും എടുക്കണായതുകൊണ്ട്. അതെ, അദ്ദേഹത്തെ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല,
ഒരു ദിവസത്തെ യാത്ര അങ്ങോട്ട് കാർ ഓടിച്ചു പോയത് പുള്ളിക്കാരൻ അത്ര നല്ല ആളായതുകൊണ്ടാണ്, നല്ല ഡ്രൈവർ ആയതുകൊണ്ടാണ്, നല്ല വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ടാണ്. പിന്നെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ കേൾപ്പിച്ച അതിനകത്ത് എന്തായിരുന്നു പുള്ളി പറഞ്ഞത്? അതിനകത്ത് പുള്ളി പറഞ്ഞത് എനിക്ക് ഇതൊക്കെ കഴിഞ്ഞേ പിന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്ന രീതിയിലാണ് പൾസർ സുനിയെ കുറിച്ച് പറഞ്ഞത്. അതിന് മുമ്പ് മീഡിയക്കാരെന്തായിരുന്നു പറഞ്ഞത്? അവിടെ ഈ പുള്ളി പറഞ്ഞ ലാല് അവരോട് പറഞ്ഞത് എനിക്ക് പൾസർ സുനിയെ അറിയത്തേ ഇല്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ വേറൊരു ട്വിസ്റ്റ് കൂടെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണേലും ഇതൊരു ചെറിയ കുട്ടികൾക്ക് വരെ കാര്യങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിച്ചാലും മനസ്സിലാവും ഇതിന്റെ പിന്നിൽ ആരാണെന്നും ഈ പറയുന്ന ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതും. ഇവിടെ ഈ ലാല് പറയുന്നു ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ഗോവയിൽ പോയെന്ന്. എന്നാൽ നമ്മുടെ ഭാഗ്യലക്ഷ്മി മേഡം, ഈ മേഡം പറയുന്നു ഒരു മാസത്തെ ഷൂട്ടിന് വേണ്ടിയാ പോയെന്ന് അതിജീവിത പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊന്ന് കേട്ടു നോക്കി. പിന്നെ സുനി കയറിയ ഉടനെ അയ്യോ എനിക്ക് അറിയാലോ ഈ ചേട്ടനെ നന്നായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിനക്ക് ഇയാളെ പരിചയം എന്ന് ചോദിച്ചപ്പോൾ ഗോവയിൽ ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരു മാസം ഇയാളായിരുന്നു ആ പ്രൊഡക്ഷന്റെ ഡ്രൈവർ. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് എങ്ങനെ ഇരിക്കുന്നു? ഈ അതിജീവിത ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഗോവയിൽ ഒരു മാസത്തെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വെച്ച് ഈ പറയുന്ന പൾസർ സുനിയാണ് ഡ്രൈവർ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ഇവിടെ ആരാണ് കള്ളം പറയുന്നത്? ഇനി അത് മാത്രമല്ല, ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദിലീപാണ് കുറ്റക്കാരൻ എന്ന രീതിയിലും പുള്ളിക്കാരി പറയുന്നുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഉദ്ദേശം ദിലീപിനെ തകർക്കുക, എങ്ങനെയെങ്കിലും ദിലീപിന്റെ മണ്ടയ്ക്ക് അവൻ എന്തോ ഈ പറയുന്ന വലിയൊരു ഭീകരനാണ് എന്ന രീതിയിൽ അവനെ ചിത്രീകരിക്കണം. അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. എന്തായാലും അതും കേട്ടു നോക്കിയേ. എന്തായാലും ചേച്ചിയൊക്കെ തുനിഞ്ഞിട്ട് ഇറങ്ങിയതല്ലേ, അപ്പൊ അത് പ്രേക്ഷകരൊന്നും അറിയട്ടെ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണത്. ഞാൻ ദിലീപ് തന്നെയാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഇതിപ്പോ എതിലെ പോകുന്നത് ഇപ്പൊ ദിലീപിന്റെ മണ്ടയ്ക്കാണ്. കാരണം ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മഹാക്രൂരനാണ്, പോഖരിയാണ്. ഈ പറയുന്ന ഈ ഭാഗ്യലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചാലും ഈ പറയുന്ന ദിലീപ് തന്നെയാണ് ഉത്തരവാദി എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ദിലീപിനെ കുറിച്ച് ശ്രീനിവാസൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതൊന്നും നിങ്ങളൊന്ന് കേട്ടു നോക്കി. അതായത് ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ദിലീപ് രംഗത്ത് വരുന്നത് തന്നെ. അതുവരെ പൾസർ സുനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ക്ലിപ്ലപ്പ് ആയിട്ടുള്ളൊരു കഥയാണത്. പ്രേംജയി ആയിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഗതികളും കേട്ടാൽ മനസ്സിലാവും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായുള്ളത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ശ്രീനിവാസൻ ആരോപിക്കുന്നു. 1.5 കോടി രൂപയ്ക്ക് പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നത് വിശ്വസനീയമല്ല. അന്ന് കേട്ടിട്ടുള്ളത് പൾസർ സുനി എന്ന് പറയുന്ന ആൾക്ക് ദിലീപ് 1.5 കോടി രൂപ കൊടുത്തിട്ട് ഇങ്ങനൊരു കൃത്യം ചെയ്യിച്ചെന്നാണ് എനിക്കറിയാവുന്ന. ദിലീപ് 1.5 കോടി രൂപ പോയിട്ട് 1.5 പൈസ പോലും ചെലവാക്കുക. എങ്ങനെ ഇരിക്കുന്നു? ശ്രീനിവാസൻ മുമ്പ് പറഞ്ഞ ഇന്റർവ്യൂവിലുള്ള ഒരു വാക്കുകളാണ്. ഈ പറയുന്ന ദിലീപ് 1.5 കോടി രൂപ പോയിട്ട് ഒരു നയ പൈസ കൊടുക്കത്തില്ല എന്നാണ് ഇവിടെ ശ്രീനിവാസൻ പറയുന്നത്. അങ്ങനെ ദിലീപിനെ അറിയുന്ന ആ മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും പറയുന്നു അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പൈസ കൊടുത്തുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചനയിൽ ഉണ്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതേ കാര്യം തന്നെ നവ്യ നായരും പറയുന്നുണ്ട്. നവ്യ നായർ പറയുന്ന കാര്യം കേട്ടു നോക്കൂ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ അവരും പറയുന്നത്, കേട്ടു നോക്കൂ. അസാൾട്ട് ചെയ്യാന്ന് പറയുന്ന തരത്തിലേക്ക് ഇത്രയും കൂടെ വർക്ക് ചെയ്ത ഒരാൾ മാറുമ്പോൾ അത്രയൊരു ക്രിമിനൽ മൈൻഡ് തന്നെയല്ലേ? വിശ്വസിച്ചിട്ടില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞു. കാരണം കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വന്നപ്പോൾ പോലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ലൊരു സഹപ്രവർത്തകനാണ്. വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയും ബഹുമാനമായിരുന്നു. സത്യം പറഞ്ഞാൽ ദിലീപേട്ടനോട് ഒരു ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ ഉള്ളതിലുപരി എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു കേട്ടോ. പലർക്കും ഈ പറയുന്ന ദിലീപിനോട് ബഹുമാനവും ആദരവും ഒക്കെയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് നമ്മളും പറയും. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഈ കേസിന്റെ ചാർട്ടുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കെട്ടിച്ചമച്ച് ഈ പറയുന്ന ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പല സാക്ഷികളെയും കൊണ്ടുവന്ന് ഇട്ടത് തന്നെ ഈ പറയുന്ന ദിലീപിനെ കൊടുക്കണമെന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ്. ഈ പറയുന്ന പൾസർ സുനിക്ക് മൊബൈൽ വരെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് ഏത് അവസ്ഥയിലേക്കാണ്, ഏത് രീതിയിലേക്കാണെന്നുള്ളത് അരിയാഹാരം തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ഗൂഢാലോചന ഉണ്ടെന്ന് പറയുക മാത്രമല്ല, ഈ പറയുന്ന ജയിലിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കോള് ഈ പറയുന്ന ദിലീപിന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ എന്തൊരു സാധനം ഈ പറയുന്ന ജയിലിലേക്ക് എത്തുമ്പോഴും അത് പരിശോധിച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഫോൺ ഉള്ളിൽ പോയത് അവിടെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഒരു എഴുത്തൂടെ എഴുതി കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു. എന്തായാലും ദിലീപിനെ കൊടുക്കുക ആ ഒരു ലക്ഷ്യമായിരുന്നു ഇവർക്ക്. എന്തായാലും ഈ പറയുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് വക്കീൽ വാദിച്ചല്ലോ ഒരു മേഡം. ആ മേഡം ഈ ദിലീപിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടെ. ചെയ്ത ആളുകളും വലിയ രീതിയിലുള്ള സാമൂഹികമായ ഒറ്റപ്പെടലിന് വിധേയമായിക്കൊണ്ടിരിക്കുക. നമ്മളിതെല്ലാം പറയുമ്പോഴും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും
ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ നിരപരാധി അല്ലാത്തതുകൊണ്ട് ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ പ്രശ്നം. ഇവിടെ ഈ ആങ്കർ കുറ്റവാളികൾ ആണെങ്കിൽ ശിക്ഷിക്കട്ടെ, നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇവിടെ ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന്. കാരണം പുള്ളിക്കാരൻ നിരപരാധി അല്ല എന്ന് ഈ മേഡം പറഞ്ഞു വെക്കുന്നുണ്ട്. കേട്ടോണേ, ഇനി ബാക്കി. ജനങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കണം? ഇന്ന് തന്നെ മാർട്ടിന്റെ ഒരു വീഡിയോ കാണുവാനിടയായോ? മാർട്ടിന്റെ ഒരു വീഡിയോ കള്ള വീഡിയോ അല്ലേ? അത് കള്ളവെന്ന് പറയാൻ കാരണം ഞാനതാ ചോദിച്ചു, ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും? പരിപൂർണമായ കേസിൽ കുറ്റവാളിയാണ്. അത് മനസ്സ് തൊട്ട് പറയാം. മനസ്സ് തൊട്ട് പറയാം. ഇവിടെ മാർട്ടിൻ കുറ്റവാളിയാണ്, അത് കള്ള വീഡിയോ ആണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, മാർട്ടിൻ ആ ഒരു വീഡിയോയിൽ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ അകത്തൊരു സംഭവിച്ചിട്ടുണ്ട്. ഇവര് ഗൂഢാലോചന ചെയ്യണമെങ്കിൽ ഈ 6 പേര് ഒന്നിച്ചിരുന്ന് ഗൂഢാലോചന ചെയ്യണമല്ലോ. അതിൻ്റെ അകത്ത് ഈ മാർട്ടിൻ ഇല്ല. പക്ഷേ മാർട്ടിൻ രണ്ടാമത്തെ പ്രതിയുമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് മാർട്ടിനെ കുടുക്കിയതാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, മാർട്ടിനെ ഒരു 5ാമത്തെ പ്രതിയോ അല്ലെങ്കിൽ 6ാമത്തെ പ്രതിയോ എല്ലാം ആക്കി കഴിഞ്ഞാൽ മാർട്ടിൻ ഊരി പോന്നു കഴിഞ്ഞാൽ കള്ളങ്ങളൊക്കെ വെളിയിൽ വരുവേ. അതുകൊണ്ടായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. മാർട്ടിന്റെ വീഡിയോയിൽ മാർട്ടിൻ പറഞ്ഞ പല കാര്യങ്ങളും ഈ പറയുന്ന ലാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരോ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ എന്നൊരു സംശയമുണ്ട്. അതൊക്കെ ഇനി പുറത്ത് വരേണ്ട കാര്യങ്ങളാണ്. താമസിക്കാതെ പുറത്തു വരും. സത്യം എത്ര നാളും മൂടി വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഓക്കെ, മേഡം ബാക്കി പറയൂ. എനിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാം, അല്ലാതെയും അറിയാം. മാർട്ടിൻ ഇട്ടപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നു. ആര് വിശ്വസിക്കും? അതിൽ മാർട്ടിൻ പറയുന്നുണ്ട്. ഞാൻ ദിലീപിന്റെ പക്ഷത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ വിശ്വസിക്കും, അല്ലെങ്കിൽ മാർട്ടിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ വിശ്വസിക്കും. മാർട്ടിൻ ചെയ്ത തെറ്റെന്താ? മാർട്ടിൻ ഒരു പെൺകുട്ടീനെ ജോലി സ്ഥലത്തേക്ക് ഡ്രൈവർ എന്ന രീതിയിൽ പോകുന്നു. അതിൽ ആര് പറഞ്ഞിട്ടാ പോകുന്നതാണല്ലോ പറഞ്ഞത്. ലാൽ പറഞ്ഞോട്ടെ, ആര് പറഞ്ഞിട്ട് പോയാലും ഹീസ് എ ഡ്രൈവർ. ആ ഡ്രൈവറല്ലേ സുരക്ഷിതമായി അവിടെ കൊണ്ടാക്കുന്നത്. അല്ല, എൻ്റെ ഉദ്യോഗസ്ഥൻ ജോലിക്ക് എടുത്തു കഴിയുമ്പോൾ ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. ആയിക്കോട്ടെ, അത് ശരി, അത് കറക്റ്റ്. നിങ്ങൾ കൊണ്ടുപോയി, നിങ്ങൾ മാർട്ടിനെ ഡ്രൈവറായിട്ട് കൊണ്ടുപോകുന്നു. മാർട്ടിനെ അവർ വീട്ടിൽ ചെന്നു, അവരെ തിരിച്ചു കൊണ്ടുപോകുന്നു. സുരക്ഷിതമായി ആ കുട്ടിയെ ലാൽ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ജോലിയല്ലേ മാർട്ടിനുള്ളത്? മാർട്ടിൻ എന്തിനാണ് മെമ്മറി കാർഡ് നശിപ്പിച്ച്, ഫോൺ നശിപ്പിച്ച് ബാത്റൂമിലിട്ട് ആ സമയത്ത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞത്? ഇവിടെ ഈ പറയുന്ന ആങ്കർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് കറക്റ്റ്. ഇവിടെ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആളെ ഈ ലാലാണ് പറഞ്ഞു വിടുന്നത്. വളരെ വിശ്വസ്തരായിട്ടുള്ള ഡ്രൈവർമാർ ഇരിക്കവേ ഈ മാർട്ടിനെ എന്തിനെയാണ് ഈ പറയുന്ന ഈ നടിയെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്? നടി ഫോൺ വിളിച്ചു വരാനായിട്ട് പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നതെങ്കിലും ഒരാളെ വിളിക്കാൻ പോകുമ്പോൾ ഒരു വിശ്വസ്തരായിട്ടുള്ള ഒരാളെ അല്ലേ വിടേണ്ടത്? അതല്ലയോ ഈ പറയുന്ന ലാൽ ക്രിയേഷനിലെ അവർ ചെയ്യേണ്ടത്. അത് പക്ഷേ അവരെന്തുകൊണ്ട് ചെയ്തില്ല? അതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെ അല്ലയോ? എന്തായാലും ഇനിയുമാണ് ഇവര് ഉരുണ്ട് കളിക്കുന്നത്. ലാലിനെയും മകനെയും കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ആൻസർ ഇല്ല. ഈ ആങ്കർ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഈ പറയുന്ന മെമ്മറി മേഡത്തിനെയും കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ അതിജീവിത ഓടിച്ചെല്ലുന്നത് ലാലിന്റെ വീട്ടിലാണല്ലോ. ഈ ലാലിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ സുനി. എന്തുകൊണ്ട് ലാലിന്റെയോ അല്ലെങ്കിൽ മകന്റെയോ പേര് ചർച്ചയിൽ പെടുന്നില്ല, അല്ലെങ്കിൽ ഇവരൊരു കുറ്റവാളിയെ പോലെ ആരോപിക്കുന്നില്ല? ഞാൻ നിങ്ങളെ എന്നെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, സുനിക്ക് വേണ്ടിയിട്ടും ദിലീപിന് വേണ്ടിയിട്ടുമാണെങ്കിൽ. അല്ല, ഞാൻ അവരുടെ പക്ഷമല്ല, ഞാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുവാണ്. നിങ്ങളിപ്പോ പറയുന്നത് പ്രതികൾ നല്ലവരായിരുന്നു. പ്രതികൾ നല്ലവരാണെന്ന് പറയുന്നില്ല. കുട്ടാ, എനിക്ക് നിങ്ങളുടെ അടുത്ത് തർക്കിക്കാനോ തല്ലുപിടിക്കാനോ, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മനുഷ്യൻ, അവർ എന്നെ വിളിക്കുന്നു. എന്നെ വിളിക്കുമ്പോൾ നിരവധി പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്ന് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ തരാനായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അല്ല മേഡം, അവർ ചോദിച്ച ഒരു ചോദ്യമല്ലേ, ആ ചോദ്യത്തിന്റെ ആൻസർ മേഡത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തൂടെ? അതിന് മേഡം ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്നവൻ പൾസർ സുനിയും മറ്റവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? ഈ ചോദ്യം തന്നെ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. ഇതല്ലേ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നത്. അപ്പൊ അതിനൊരു ആൻസർ മേഡത്തിന്റെ പക്ഷത്തില്ലേ? അതിന് മേഡം ഉരുണ്ട് കളിക്കേണ്ടതായിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. നിങ്ങൾ വലിയ ധൈര്യശാലിയാണെന്ന് പറയുമ്പോഴും ഈ ചോദ്യത്തിന്റെ മുമ്പിൽ നിന്ന് എന്തുകൊണ്ട് ഒളിച്ചോടുന്നു, എന്നിട്ട് ദിലീപ് ഒളിച്ചോടുന്നു എന്നാണ് നിങ്ങൾ പലയിടത്തും പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല മേഡം. അതുകൊണ്ടാണ് ബാക്കി. നിങ്ങൾ വലിയ സംവിധാനമുള്ള ആളാണ്. അഡ്വക്കേറ്റിനെ തീർച്ചയായിട്ടും ഞാൻ മാനിക്കുന്നു. അപ്പോൾ ഞാൻ സ്നേഹത്തോടെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അവരുടെ പക്ഷം നിന്ന് എനിക്ക് പറ്റില്ലെന്ന്. കാരണം ഇതൊക്കെ കോടതിയിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കോടതിയെ ബാധിക്കുന്ന, ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന, അപ്പീലിനെ ബാധിക്കുന്ന ഒരു ഉത്തരവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഞാൻ ചെയ്യില്ല. നമ്മൾ കോടതി വിശ്വസിക്കുന്ന ഒരാളല്ല അഡ്വക്കേറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് അപ്പീലിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. ഇതിപ്പോ ഞാനല്ല, വേറെ അഡ്വക്കേറ്റിനോട് നിങ്ങൾക്ക് ചോദിക്കാം. എന്നോട് ജീവിത അഡ്വക്കേറ്റ് ആണല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കും ബാധിക്കുന്ന ആ കുട്ടീനായതുകൊണ്ട് അത് പറയാൻ ഞാൻ തയ്യാറല്ല. ഇതിനിടയിൽ ഞാൻ കേട്ടു അഡ്വക്കേറ്റ് എന്താണോ എന്തായാലും അതിജീവിതയെ ബാധിക്കുന്നതായതുകൊണ്ട് മേഡത്തിന് അത് പറയാൻ പറ്റത്തില്ലെന്നാണ് മേഡം പറയുന്നത്. പക്ഷേ അതിജീവിതയെ ബാധിക്കുന്ന കാര്യമല്ല, ചിലപ്പോൾ അതിജീവിതയ്ക്ക് ഹെൽപ്പ് ഉണ്ടാക്കുന്ന കാര്യമായാലോ? അതുകൊണ്ട് ഒന്ന് പറയാൻ ശ്രമിച്ചുകൂടെ? അതല്ലേ ചെയ്യേണ്ടത്.
അല്ല ദിലീപിന്റെ മുകളിൽ മാത്രം കുറ്റമുണ്ട് എന്നങ്ങ് പറഞ്ഞ് സ്ഥാപിക്കാൻ പോകുമ്പോൾ ഇതൂടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. ഇവിടെ ഈ പറയുന്ന ഇതേ മേഡം തന്നെ മഞ്ജു വാര്യരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മഞ്ജു വാര്യർ മദ്യപിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ പുള്ളിക്കാരി പറയുന്ന ഒരു പ്രസ്താവന അത് നിങ്ങൾ കേൾക്കണം. എനിക്ക് തന്നെ ചിരി വന്നുപോയി സത്യം പറഞ്ഞ. ഒക്കെ പറയുന്നുണ്ടല്ലോ മഞ്ജു വാര്യരിനെ ഈ അഡ്വക്കേറ്റ് സാക്ഷിനെ പഠിപ്പിക്കുന്നത് മഞ്ജു വാര്യർ കള്ളുടിച്ചു വരുമായിരുന്നു എന്നൊക്കെ. കറക്റ്റ്. ഒരു സ്ത്രീ കള്ളു കുടിച്ചു, കള്ളു കുടിക്കാനുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണം നമ്മൾ. ഇത്രയും വലിയൊരു നടി അവരെ ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കാതെ ജയിലിലിടണ പോലെ ജയിലിലിട്ടത് ആര്? അത്ര വർഷം. ആരാ ജയിലിലിട്ടത്? അത് ആ സ്ത്രീനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയല്ലേ? എന്തോ ഒരു തകരാറ് പോലെ. ഞാൻ ഇതിനപ്പുറം എന്ത് പറയാനാണ്? മഞ്ജു വാര്യർ എന്ന വ്യക്തിയെ വീടിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടത് കൊണ്ടാണ് പുള്ളിക്കാരി മദ്യപിച്ചതെന്നാണ് ഈ മേഡം പറഞ്ഞു വെക്കുന്നത്. ഇവിടെ മേഡം ഒത്തിരി ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് മേഡം ഇപ്പം വലിയ വൈറലാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ദിലീപിന്റെ ഒരു കേസ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ദിലീപ് പറയുന്ന പോലെ തന്നെ ഇരയ്ക്ക് നീതി കിട്ടണം, ഇത് CBI അന്വേഷിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുവരണം. അല്ലാതെ ഇവിടെ കുറെ പേർക്ക് പെനാൽറ്റിയും കൊടുത്ത് കുറെ പ്രതികളെ മാത്രം അങ്ങോട്ട് പിടിച്ചിട്ടിട്ട് ദിലീപിനെ വെറുതെയും വിട്ട് ആ ഒരു കേസിനെ അങ്ങ് പൂട്ടിക്കെട്ടാനുള്ള ഒരു ഇതൊന്നും പറ്റത്തില്ല. ഇവിടെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. അപ്പൊ കുറ്റക്കാരൻ ദിലീപ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു പേര് വരുന്നുണ്ട്. ഇത് CBI അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ വെളിയിൽ കിടന്ന് വിലസുന്ന പലരും ഉള്ളിൽ പോയി കിടന്ന് ഓടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനൊന്നും മുതിരാത്തത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.